നിയമസഭാ സമ്മേളനം നടക്കുന്നു. ഈ നിയമസഭയുടെ അവസാനത്തെ സമ്മേളനമാണ്. പ്രധാനപ്പെട്ട അജണ്ടകൾ സമ്മേളനം പരിഗണിക്കുന്നുണ്ട്. സമ്മേളനം കഴിഞ്ഞാൽ കേരളം നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ നിർണായകമാണ്. പ്രതിപക്ഷത്തിൻ്റെ നിലപാട് പറയാം, ഭരണപക്ഷത്തിൻ്റെ നിലപാട് പറയാം. അങ്ങനെ ഒരു സംവാദ വേദിയായി കഴിഞ്ഞ 5 വർഷം ഈ സർക്കാർ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല എന്ന വിഷയത്തിൽ വിശദമായ സംവാദം നടത്താൻ കഴിയുന്ന വേദിയാണ് നിയമസഭാ സമ്മേളന വേദി. പക്ഷേ പ്രതിപക്ഷം അതിന് തയ്യാറാകുന്നില്ല. പ്രതിപക്ഷം ഒളിച്ചോടുന്നു എന്ന വിമർശനം ഭരണപക്ഷം ഇതിനകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു. അതിൽ ശരിയുമുണ്ട്. കാരണം നിയമസഭാ സമ്മേളനത്തിൽ എല്ലാ വിഷയവും ചർച്ച ചെയ്യാം. ആകാശത്തിന് താഴെയുള്ള എന്തും ചർച്ച ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നിയമസഭ. നിയമസഭാംഗങ്ങൾക്ക് പരിരക്ഷയുണ്ട്. ആരോപണം ഉന്നയിക്കാം, തിരിച്ചും ആരോപണം ഉന്നയിക്കാം. അതിനൊക്കെ പരിരക്ഷയുണ്ട്. നിയമപരമായ നടപടികളെ നേരിടേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ തുറന്ന ചർച്ചയ്ക്ക് വേദി ഒരുങ്ങും നിയമസഭ. അതാണ് ചെയ്യേണ്ടതും. പക്ഷേ എന്തിനാണ് പ്രതിപക്ഷം ഒളിച്ചോടുന്നത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഇരിക്കാത്തത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറാകാത്തത്? ഇപ്പോൾ നിയമസഭയിൽ പ്രധാനപ്പെട്ട കാര്യപരിപാടി നന്ദിപ്രമേയ ചർച്ചയാണ്. ഗവർണർ അവതരിപ്പിച്ച ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച. എല്ലാ അംഗങ്ങൾക്കും വിശദമായി ചർച്ച ചെയ്യാം. കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണത്തെക്കുറിച്ച് ഭരണപക്ഷത്തിന് അനുകൂലിച്ച് പറയാം, പ്രതിപക്ഷത്തിന് എതിർത്തും പറയാം. അനുകൂലിച്ചും എതിർത്തുമുള്ള അഭിപ്രായങ്ങൾ വരും. അതൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയാകും. സ്വാഭാവികമായും നിയമസഭയിൽ നടക്കുന്ന ഈ ചർച്ച നാട്ടിലെ ചർച്ചയായി മാറുകയും ചെയ്യും. അത് ജനാധിപത്യത്തിൻ്റെ ഒരു നല്ല വശമാണ്. അത് എന്തുകൊണ്ട് നിഷേധിക്കുന്നു പ്രതിപക്ഷം? ഈ ചോദ്യം സഭയ്ക്കകത്തും ഉയർന്നിട്ടുണ്ട്, പുറത്തും ഉയരേണ്ടതുണ്ട്. പ്രതിപക്ഷം പേടിച്ചോടുന്നു. നിയമസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്താൽ, വികസന കാര്യങ്ങൾ ചർച്ച ചെയ്താൽ, സ്വർണ്ണക്കൊള്ളക്കേസ്, അതാണല്ലോ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ചർച്ച ചെയ്താൽ തിരിച്ചടി കിട്ടും പ്രതിപക്ഷത്തിന് എന്ന് കൃത്യമായും അറിയാം. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം നടന്ന വികസന പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ഓരോന്നായി എണ്ണി ഭരണപക്ഷം പറയുമ്പോൾ എന്താണ് പ്രതിപക്ഷം പറയുക? ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം സാധാരണ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ എതിരേറെ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അഴിമതി ആരോപണത്തിന്റെ പരമ്പര തന്നെ ഉണ്ടാകും. UDF ആണ് ഭരിക്കുന്നതെങ്കിൽ പ്രതിപക്ഷം അഴിമതി ആരോപണങ്ങൾ നിരന്തരം ഉയർത്തിക്കൊണ്ടുവരും. പക്ഷേ ഒരു അഴിമതി ആരോപണം നിയമസഭയ്ക്കകത്ത് പുറത്തു പോകട്ടെ, പുറത്തു ഉന്നയിച്ചാൽ ചിലപ്പോൾ നിയമ നടപടി നേരിടേണ്ടി വരും എന്ന ഭയമുണ്ടെങ്കിൽ നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കാമല്ലോ. നിയമ നടപടിയെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. എഴുതി കൊടുത്താൽ മതി. എഴുതി കൊടുക്കാം. ഒരു ആരോപണം ഉന്നയിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സ്പീക്കർ അനുവദിക്കും. അങ്ങനെ വരുമ്പോൾ മന്ത്രിമാർക്ക് മറുപടി പറയാനുള്ള അവസരമുണ്ടാകും. അത്തരമൊരു അഴിമതി ആരോപണം പോലും ഒരു മന്ത്രിക്കെതിരെ, സർക്കാരിലെ ഏതെങ്കിലും ഒരു വകുപ്പിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്നില്ല പ്രതിപക്ഷത്തിന്. അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ പരാജയം. ഭരണപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പോലും കഴിയാത്ത വിധം ആയുധമില്ലാതെ ഉഴലുകയാണ്. അതാണ് നിയമസഭയിൽ കാണുന്നത്. എന്തായാലും പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഒളിച്ചോടുന്നു. ഭരണപക്ഷം തയ്യാറാണ് ചർച്ചയ്ക്ക്. സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യണോ? തയ്യാറാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ച സംവാദമാക്കി മാറ്റാമായിരുന്നു. ഒരു സർക്കാരിൻ്റെ അവസാന കാലമാണ്. അതുപോലും ചെയ്യാതെ ഒളിച്ചോടുന്ന പ്രതിപക്ഷത്തെയാണ് നിയമസഭയിൽ കാണുന്നത്. എന്തുകൊണ്ട്? പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല എന്നതുകൊണ്ട് തന്നെ.